My dear students, come back. In the previous chapter, we have discussed the behavior of the consumer. In this chapter, production and cost, we shall examine the behavior of a producer. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നയാളാണ് കൺസ്യൂമർ എന്ന്. കൺസ്യൂമറിന് ഈ സാധനങ്ങളും സേവനങ്ങളും എങ്ങനെ ലഭിക്കുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, സാധനങ്ങളും സേവനങ്ങളും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്താണ് ഈ ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ? ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഒരു പ്രക്രിയയാണ്. പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ്. എന്ത് പ്രോസസ്? അതെ, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കുന്ന പ്രോസസ്. ക്ലിയർ ആയോ? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്. അതെ, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ്? പുട്ടുണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടിയും തേങ്ങയും വെള്ളവും എല്ലാം മിക്സ് ചെയ്ത് പുട്ടുകുറ്റിയിലിടും. ദാറ്റ് ഈസ് ഇൻപുട്ട്. അതിനുശേഷം എന്ത് ചെയ്യും? അതെ, നിങ്ങൾക്കറിയാം, ആവി കയറ്റും. അതാണ് പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ നമുക്ക് സ്വാദിഷ്ടമായ പുട്ട് ലഭിക്കും. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. സോ പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്. ഓൾ റിസോഴ്സസ് യൂസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആർ കോൾഡ് ഇൻപുട്സ്. ഉൽപ്പാദനം നടത്തുന്നതിനാവശ്യമായ ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട്. ഒരു ഫേമിൽ ഉപയോഗിക്കുന്ന ഇൻപുട്സ് ആണ് ലാൻഡ്, ലേബർ, raw materials, machines, etc. Land, labor, capital and entrepreneurship or organization are called factor inputs or factors of production. A firm acquires different inputs to produce output. For example, wood. Wood is a raw material. By using labor or machines, it can be transformed into furniture, cupboard, etc. ഇവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്ത ഇൻപുട്ടാണ് വുഡ്. വുഡിന് ട്രാൻസ്ഫർമേഷൻ അഥവാ രൂപമാറ്റം സംഭവിച്ചു. ദാറ്റ് ഈസ് ഫർണിച്ചർ ഓർ ഔട്ട്പുട്ട്. ഹിയർ ഫർണിച്ചർ ഈസ് ദ ഔട്ട്പുട്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഇൻപുട്സ് ആർ കോൾഡ് ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ ഏതൊക്കെ ഇൻപുട്സ് യൂസ് ചെയ്തു? അതെ, വുഡ്, ലേബർ ഓർ മെഷീൻസ് എക്സെട്ര. ഇൻപുട്സ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണെന്ന് ക്ലിയർ ആയല്ലോ? All resources used for production of goods are called inputs and goods and services produced using inputs are called output. Production is a process by which inputs are transformed into output എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിൻ്റെ അളവ് ഇൻപുട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, കൂടുതൽ പുട്ട് ലഭിക്കണമെങ്കിൽ കൂടുതൽ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യണം. കൂടുതൽ ഫർണിച്ചർ കിട്ടണമെങ്കിൽ കൂടുതൽ വുഡ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും റിലേറ്റഡ് ആണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് production function. We know that land, labor, capital and entrepreneurship are the factor inputs or factors of production. For convenience, we take two factors of production, that is labor and capital. ഉൽപ്പാദനം നടത്താൻ ഒരുപാട് ഘടകങ്ങൾ ആവശ്യമാണ്. എന്നാൽ സൗകര്യാർത്ഥം നമ്മൾ
രണ്ട് ഘടകങ്ങൾ മാത്രം എടുക്കുകയാണ്. That is labor and capital. We may write the production function as Q equal to F of L K. Q equal to output. L is labor and K is capital. Q or output is related to labor and capital. ഉൽപാദന ഘടകങ്ങളായ ലേബർ, ക്യാപിറ്റൽ ഇവയുടെ അളവ് വർദ്ധിപ്പിച്ചാൽ ഉൽപാദനം ഓർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ലുക്ക് അറ്റ് ദി ടേബിൾ. The first column shows the amount of labor, and as we move down along the column, labor increases. And the first row shows the amount of capital. As we move to the right along the row, capital increases. വിവിധ അളവ് ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നത്തിൻ്റെ വിവിധ അളവാണ് ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. For different values of the two factors shows the corresponding output levels. We can see that if any of the inputs becomes 0, there will be no production. അതായത് ലേബർ മാത്രമുള്ളത് കൊണ്ട് പ്രൊഡക്ഷൻ നടക്കില്ല, ക്യാപിറ്റൽ മാത്രമാണെങ്കിലും പ്രൊഡക്ഷൻ നടക്കില്ല. രണ്ട് ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, വുഡ് ഫർണിച്ചറായി മാറണമെങ്കിൽ വുഡും വേണം, മെഷീനും വേണം. വുഡ് മാത്രമുണ്ടെങ്കിലോ മെഷീൻ മാത്രമുണ്ടെങ്കിലോ ഫർണിച്ചർ ലഭിക്കുമോ? ഇല്ല. Here, with 1 unit of labor and 1 unit of capital, the firm can produce at most 1 unit of output. 2 units of labor and 2 units of capital, the firm can produce 10 units of output. 3 units of labor and 3 units of capital, the firm can produce 30 units of output. And 4 units of labor and 5 units of capital, the firm can produce 56 units of output. And so on. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘടകം ഓർ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും 0 ആയിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടിൻ്റെ അളവ് മാത്രം വർദ്ധിപ്പിച്ചാലും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. For example, capital is fixed at 4 units, but the number of labor increases. We can see output also increases. അതായത് ഏതെങ്കിലും ഒരു ഉൽപാദന ഘടകത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചാലും ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നതായി കാണാം. So, production function is a relationship between inputs and output. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത, ഒരേ ഔട്ട്പുട്ട് ലഭിക്കുന്ന പല ഇൻപുട്ട് കോമ്പിനേഷൻസ് കാണാൻ സാധിക്കും. ലുക്ക് അറ്റ് ദി ടേബിൾ. ഇവിടെ നമ്മൾ 2 ഇൻപുട്സ് ആണ് യൂസ് ചെയ്തത്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബർ, ക്യാപിറ്റൽ തുടങ്ങിയ ഇൻപുട്സിൻ്റെ വിവിധ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കൺസിഡർ ദ ഔട്ട്പുട്ട് ലെവൽ 40. 4 യൂണിറ്റ് ഓഫ് ലേബറും 3 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലും യൂസ് ചെയ്താൽ 40 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ 3 യൂണിറ്റ് ലേബറും 4 യൂണിറ്റ് ക്യാപിറ്റലും യൂസ് ചെയ്താലും 40 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഒരേ അളവുള്ള ഉൽപ്പന്നത്തിൻ്റെ കൂട്ടത്തെ നമുക്കൊരു ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒരേ അളവുള്ള ഉൽപ്പന്നത്തിൻ്റെ കൂട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവിന് പറയുന്ന പേരാണ് ഐസോക്വാണ്ട്. ഐസോ മീൻസ് ഈക്വൽ, ക്വാണ്ട് മീൻസ് ക്വാണ്ടിറ്റി. സോ ഐസോക്വാണ്ട് മീൻസ് equal quantity. An isoquant is the combination of the two inputs, labor and capital,
that give the same level of output. In the diagram, horizontal axis represents labor and vertical axis represents capital. The isoquant Q equal to 40 represents 40 unit of output. അതായത് 4 യൂണിറ്റ് ലേബറും 3 യൂണിറ്റ് ക്യാപിറ്റലും യൂസ് ചെയ്താൽ 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ 3 യൂണിറ്റ് ലേബറും 4 യൂണിറ്റ് ക്യാപിറ്റലും യൂസ് ചെയ്താലും 40 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. കൺസിഡർ ദ ഐസോക്വാൺ Q ഈക്വൽ ടു 50. 6 യൂണിറ്റ് ലേബറും 3 യൂണിറ്റ് ക്യാപിറ്റലും ഉപയോഗിച്ച് 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. 4 യൂണിറ്റ് ലേബറും 4 യൂണിറ്റ് ക്യാപിറ്റലും ഉപയോഗിച്ച് 50 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. 3 യൂണിറ്റ് ലേബറും 6 യൂണിറ്റ് ക്യാപിറ്റലും ഉപയോഗിച്ചും സെയിം 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. The isoquant Q equal to 50 represents an isoquant that gives same 50 units of output. Thus, Q equal to 60 is another isoquant. It is the combination of the two inputs that give the same 60 units of output. വിവിധ കോമ്പിനേഷൻ ഓഫ് ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് ഐസോക്വാണ്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആൻ ഐസോക്വാണ്ട് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദ ടു ഇൻപുട്സ് ദാറ്റ് ഗീവ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. Next, we are going to learn about short-run production function and long-run production function. On the basis of time, production function can be classified into two: short-run production function and long-run production function. First is short-run production function. Short-run എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം എന്നും പറയും. In short-run production function, we study the changes in output due to the change in variable factor while fixed factors remain constant. ഷോർട്ട്-റൺ എന്താണെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഇൻപുട്സ് ഓർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓഫ് ടു ടൈപ്സ്: ഫിക്സഡ് ഫാക്ടേഴ്സ് ആൻഡ് വേരിയബിൾ ഫാക്ടേഴ്സ്. അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ഫാക്ടേഴ്സിനെ ഫിക്സഡ് ഫാക്ടേഴ്സ് എന്നും ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ വേരിയബിൾ ഫാക്ടേഴ്സ് എന്നും പറയുന്നു. ഇൻ ഷോർട്ട്-റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വി സ്റ്റഡി ദ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ വേരിയബിൾ ഫാക്ടർ വൈൽ ഫിക്സഡ് ഫാക്ടേഴ്സ് റിമെയിൻ കോൺസ്റ്റന്റ്. വി ലേൺ ദാറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു Q ഈക്വൽ ടു F ഓഫ് LK, or output is related to labor and capital. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 10 കോടി അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ഹയർ പ്രോഫിറ്റ് കിട്ടും. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 10 കോടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എളുപ്പമാണോ? അല്ല. ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം, ലോൺ സാങ്ഷൻ ആകണം, ഇറ്റ് വിൽ ടേക്ക് ടൈം. അതായത് ഷോർട്ട് റണ്ണിൽ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുക എളുപ്പമല്ല. ഷോർട്ട് പീരീഡിൽ വേരി ചെയ്യാത്ത ഫാക്ടേഴ്സിന് പറയുന്ന പേരാണ് ഫിക്സഡ് ഫാക്ടേഴ്സ്. ഹിയർ ക്യാപിറ്റൽ ഈസ് എ ഫിക്സഡ് ഫാക്ടർ. എന്നാൽ ഷോർട്ട് പീരീഡിൽ വേരി ചെയ്യാൻ കമ്പാരറ്റീവ്ലി ഈസി ആയ ഫാക്ടേഴ്സിന് പറയുന്ന പേരാണ് വേരിയബിൾ ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, ലേബർ. നമ്പർ ഓഫ് ലേബറേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഷോർട്ട് റണ്ണിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതായത് ഉൽപാദന പ്രക്രിയയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഘടകത്തെ സ്ഥിര ഘടകമെന്നും ആവശ്യാനുസരണം വ്യത്യാസം വരുത്താൻ കഴിയുന്ന ഘടകത്തെ വിഭേദക ഘടകം, അതായത് വേരിയബിൾ ഫാക്ടർ എന്നും പറയുന്നു. ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത ഈ രണ്ട് തരം ഫാക്ടേഴ്സും ഉണ്ട് എന്നതാണ്. അതായത് ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ഫാക്ടേഴ്സും ഉണ്ട്, വേരിയബിൾ ഫാക്ടേഴ്സും ഉണ്ട്. വേരിയബിൾ ഫാക്ടർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഷോർട്ട് റണ്ണിൽ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. ദ ഫാക്ടേഴ്സ് that remains fixed is called the fixed factors, whereas the factors which the firm can vary is called the variable factors.
In the short-run production function, we study the changes in output due to the change in variable factors while fixed factors remain constant. Clear ആയല്ലോ? ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത ഇതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ്. ഇവിടെ രണ്ട് തരം ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ഫിക്സഡ് ഫാക്ടേഴ്സും ഉണ്ട്, വേരിയബിൾ ഫാക്ടേഴ്സും ഉണ്ട്. വേരിയബിൾ ഫാക്ടർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഷോർട്ട് റണ്ണിൽ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ലോങ് റൺ. In the long run production function, we study the changes in output due to the changes in all factors. Long run, long termine അഥവാ ലോങ് പീരീഡ് ഓഫ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ലോങ് റണ്ണിൻ്റെ പ്രത്യേകത എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരി ചെയ്യാൻ സാധിക്കും. അതായത് ലോങ് റണ്ണിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് ഇല്ല. ലോങ് റണ്ണിൽ ലാൻഡ്, ലേബർ, മെഷീൻസ്, ബിൽഡിങ്സ് തുടങ്ങിയ ഏത് ഫാക്ടറും വേരി ചെയ്യാം. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയല്ലോ? ഷോർട്ട് റണ്ണിൽ ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ ഫാക്ടേഴ്സ് ആർ ദെയർ, ബട്ട് ഇൻ ദ ലോങ് റൺ നോ ഫിക്സഡ് ഫാക്ടേഴ്സ്, ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. നെക്സ്റ്റ് we are going to learn about the total product, average product and marginal product. First is total product. Total product is the total output produced when a change in quantity of one variable input alone while all other inputs remain constant. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സൗകര്യാർത്ഥം നമ്മളിവിടെ രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുകയാണ്. അതായത് ലേബർ ആൻഡ് ക്യാപിറ്റൽ. സപ്പോസ് ക്യാപിറ്റൽ ഈസ് fixed at 4 units and labor is the variable factor. Variable factor increase ചെയ്യുന്നതിനനുസരിച്ച് total productഉം increase ചെയ്യുന്നു. Look at the table. Notice that total product increases as labor input increases. Number of laborers increases from 0 to 1. Total product increases to 10. Again, number of laborers increases from 1 to 2. Total product increases to 24. Then number of laborers is 3. Total product is 40. And so on. Fixed factorsil മാറ്റമില്ല, എന്നാൽ വേരിയബിൾ ഫാക്ടറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ആകെ അളവാണ് മൊത്തം ഉൽപ്പന്നം. ഓർ TP is the total volume of production. Then average product. Average product is defined as the output per unit of variable input. Per unit output കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രോഡക്റ്റിനെ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ വേരിയബിൾ ഫാക്ടർ ലേബർ ആയതിനാൽ നമ്പർ ഓഫ് ലേബറേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Average product is equal to total product of labor divided by number of laborers. ഇവിടെ നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് TP divided by L. In the table, first column represents L or number of laborers and the second column represents total product. Average product is equal to total product divided by number of laborers. That is 10 by 1 equal to 10. Then 24 by 2 equal to 12. 40 by 3 equal to 13.33. 50 by 4 equal to 12.5 and so on. Then marginal product. Marginal product of an input is defined as the change in output per unit of change in the input when all other inputs are held constant. Marginal product of labor is equal to TP at L minus TP at L minus 1. ഇവിടെ അഡീഷണൽ ആയി
ഒരു ലേബറിനെ നിയമിച്ചപ്പോൾ അഡീഷണലായി കിട്ടിയ പ്രോഡക്റ്റ് എത്ര? ദാറ്റ് ഈസ് മാർജിനൽ പ്രോഡക്റ്റ്. മാർജിനൽ എന്ന വാക്കിനർത്ഥം അഡീഷണൽ. ഏത് യൂണിറ്റിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത്, കറസ്പോണ്ടിങ് യൂണിറ്റിൻ്റെ ടി പിയും തൊട്ടു മുമ്പുള്ള യൂണിറ്റിൻ്റെ ടി പിയും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. ദാറ്റ് ഈസ് ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് 1. ഇവിടെ വേരിയബിൾ ഫാക്ടർ ലേബർ ആയതിനാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ടി പി എൽ മൈനസ് ടി പി എൽ മൈനസ് 1. ലുക്ക് അറ്റ് ദ ടേബിൾ. What is the marginal product at the employment of the first labor? TP at L is equal to 10 and TP at L minus 1 equal to 0. അതായത് ഫസ്റ്റ് ലേബറിൻ്റെ ടി പി ഈസ് 10, തൊട്ടു മുമ്പുള്ള ടി പി 0. സോ ടി പി at L minus ടി പി at L minus 1 is equal to 10 minus 0 equal to 10. Then TP at L minus ടി പി at L minus 1 is equal to 24 minus 10 equal to 14. Then 40 minus 24 equal to 16. 50 minus 40 equal to 10. 56 minus 50 equal to 6. Then 57 minus 56 equal to 1. Clear ആയെന്ന് കരുതുന്നു. Marginal product is the addition to total product. മാർജിനൽ എന്നാൽ അഡീഷണൽ ലേബറിനെ എംപ്ലോയ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് എത്ര യൂണിറ്റ് അഡീഷണലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു, ദാറ്റ് ഈസ് മാർജിനൽ പ്രോഡക്റ്റ്. ഏത് യൂണിറ്റിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് ലഭിക്കുന്നതിനും അതത് ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്ന് തൊട്ടു മുമ്പുള്ള ടോട്ടൽ പ്രോഡക്റ്റ് കുറച്ചാൽ മതി. ഇവിടെ രണ്ടാമത്തെ ലേബറിനെ എംപ്ലോയ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് 14 യൂണിറ്റ് അഡീഷണൽ ഓർ മാർജിനൽ പ്രോഡക്റ്റ് ലഭിച്ചു. മൂന്നാമതൊരു ലേബറിനെ കൂടി അഡീഷണലായി നിയമിച്ചത് മൂലം 16 യൂണിറ്റ് അഡീഷണൽ ഓർ മാർജിനൽ പ്രോഡക്റ്റ് ലഭിച്ചു. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ടോട്ടൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്ട്സ് ആർ അഡീഷൻസ് ടു ടോട്ടൽ പ്രോഡക്റ്റ്. സോ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ സം ഓഫ് മാർജിനൽ പ്രോഡക്ട്സ്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ടോട്ടൽ പ്രോഡക്റ്റ്. അതായത് മാർജിനൽ പ്രോഡക്റ്റിൻ്റെ ആകെത്തുകയാണ് ടോട്ടൽ പ്രോഡക്റ്റ് അഥവാ മൊത്തം ഉൽപ്പന്നം. മൊത്തം ഉൽപ്പന്നം എന്നത് സീമാന്ത ഉൽപ്പന്നങ്ങളുടെ തുകയാണ്, അതായത് സം ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്. ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്സ് ആർ ഓഫ് 2 types, വേരിയബിൾ ഇൻപുട്ട് ആൻഡ് ഫിക്സ്ഡ് ഇൻപുട്ട്. ചേഞ്ച് ചെയ്യുന്ന ഇൻപുട്സ് ആണ് വേരിയബിൾ ഇൻപുട്ട്, ചേഞ്ച് ചെയ്യാത്ത ഇൻപുട്സ് ആണ് ഫിക്സ്ഡ് ഇൻപുട്സ്. ഷോർട്ട് റണ്ണിൽ ഈ 2 തരം ഇൻപുട്സുമുണ്ട്, എന്നാൽ ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്സും വേരിയബിൾ ആണ്, നോ ഫിക്സ്ഡ് ഇൻപുട്സ്. ദെൻ ഔട്ട്പുട്ട് ഓർ പ്രോഡക്ട്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻറ്റു 3. ദേ ആർ ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടി പി, ആവറേജ് പ്രോഡക്റ്റ് ഓർ എ പി, മാർജിനൽ പ്രോഡക്റ്റ് ഓർ എം ബി. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും സിമ്പിളായ ചാപ്റ്ററാണിത്. എന്നാൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് നോട്ട്സ് മാത്രമേ ഉള്ളൂ, അത് പഠിക്കണം. അതുപോലെ പ്രോബ്ലംസ് ചെയ്തത് മിക്കവാറും എക്സാമിന് വരുന്നതാണ്. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്, അത് ഇന്ന് തന്നെ ചെയ്ത് പഠിക്കുക. കീപ് ലവിങ് ഇക്കണോമിക്സ്. താങ്ക് യു.